അമാനത്തിനെയും ഹയാഇനെയും അമാനത്തിനെയും ഊരപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം അതാ പിന്നെ ഈ പെണ്ണിനാവട്ടെ ആണിനാവട്ടെ അതാ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് അവസാനം അയാളിൽ നിന്ന് ഇസ്ലാമിനെ ഉരപ്പെടുകയാണ്. അതേ മതങ്ങൾ മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. നൈമിഷികമായ സുഖത്തിന് വേണ്ടി, നൈമിഷികമായ സുഖാഡംബര ജീവിതത്തിന് വേണ്ടി അല്ലാഹ് മതത്തിനെ വലിച്ചെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേ ഹയാ നഷ്ടപ്പെടുത്തുകയാണ്, റഹ്മത്തിനെ നഷ്ടപ്പെടുത്തുകയാണ്, എല്ലാറ്റിനെയും വലിച്ചെറിയുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയായി കഴിഞ്ഞാലോ നിങ്ങൾ നോക്ക, ഇങ്ങനെ പണ്ട് നമുക്ക് തെറ്റായി തോന്നിയ ഒരു കാര്യം ഇന്ന് കുഴപ്പമില്ലെന്ന് തോന്നുകയാണ്. റഹ്മത്തിനെ ഊരപ്പെടുമ്പോൾ സുബ്ഹാനല്ലാഹ്, റഹ്മത്തിനെ ഊരപ്പെടുമ്പോൾ അതേ അതാ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. പണ്ട് തെറ്റായി തോന്നിയ കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നു, ഇന്ന് കുഴപ്പമില്ല. പണ്ട് വ്യഭിചാരം പാടില്ലെന്ന് നമ്മൾ പഠിച്ചിരുന്നു. വലാ തഖറബുസ്സിന, വ്യഭിചാരം കൊള്ള നീ അടുക്കല്ല, അടുക്കല്ല, ചെയ്യല്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്. വലാ തശ്രിബുൽ ഖംറ, കള്ള് നീ കുടിക്കല്ല. ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, മദ്യവും മയക്കുമരുന്നും അതേ മസ്താക്കുന്ന സർവ്വ വസ്തുക്കളും ചൂതും ചൂതാട്ടവും ഒക്കെ അത് പിശാചിന്റെ ഒരു തരം അതേ ഭക്ഷണമാണെന്ന് പഠിപ്പിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്നൊക്കെ നമ്മളെ മനസ്സിൽ വല്ലാത്ത ബേജാറായിരുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്. അന്നൊക്കെ അത് കേൾക്കുമ്പോ വല്ലാത്ത ബേജാറാണ്. അന്നൊക്കെ കള്ള് എന്ന് പറഞ്ഞാൽ അത് കുടിച്ചവരെയും കുടിക്കുന്നവരെയും കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാറാണ്. മയക്കുമരുന്ന് അന്ന് കേട്ടുകേൾവി പോലുമില്ല. വ്യഭിചാരം, അന്ന് വ്യഭിചാരം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പഠിക്കുക മാത്രമാണ്, പാടില്ല, ഹറാമാണ്. ഇന്നെന്താണ് വിഷയം? ഇതാ പറയുന്നത്, പണ്ട് നമുക്ക് തെറ്റായി തോന്നിയ ഒരു കാര്യം ഇന്ന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അന്യ സ്ത്രീകളുമായി അതാ അന്യ സ്ത്രീകളെ നോക്കാനും അന്യ സ്ത്രീകളെ അതേ കൈപിടിക്കാനോ അന്യ സ്ത്രീകളുമായി ഇടകലർന്ന് ജീവിക്കാനോ ഇന്ന് കുഴപ്പമില്ലെന്ന് തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേ ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് അതാ ഇടകലർന്ന് ജീവിക്കണം. പെണ്ണിനോ പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും ഇടകലർന്ന് ജീവിക്കണം. അത് കോളേജിലാവട്ടെ, അത് സ്കൂളിലാവട്ടെ, അത് എവിടെയായെങ്കിലും പെണ്ണുമാണും ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് യാത്ര പോകണം, ഒന്നിച്ച് ടൂറ് പോകണം. അതിനൊന്നും ഇന്നൊരു വിഷയമല്ലേ? അല്ല. അതേ മുത്തുനബി പറഞ്ഞില്ലേ, പണ്ട് തെറ്റായി തോന്നിയ കാര്യങ്ങളൊക്കെ ഈ റഹ്മത്തിനെയും ഹയായിനെയും അല്ലാഹു മനസ്സിൽ നിന്ന് അങ്ങ് ഊരിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതൊക്കെയും ഹലാലാണെന്ന് തോന്നുന്നു, അതൊക്കെയും അനുവദനീയമാണെന്ന് തോന്നുന്നു. ലോട്ടറി എടുക്കുന്നവർ എത്രയാളുകൾ! സുബ്ഹാനല്ലാഹ്. കള്ളുകുടിക്ക് ഇഷ്ടം പോലെയാണ്. നിങ്ങൾ നോക്ക്, ബാറുകളാണ്. സുബ്ഹാനല്ലാഹ്. മയക്കുമരുന്ന് പല പേരുകളിലും അറിയപ്പെടുകയാണ്. ചെറിയ ചെറിയ മക്കൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണ്. അല്ലാഹ്, അങ്ങനെ ഇതിനെ
ഇതിനൊക്കെയും പ്രതികരിച്ചാലോ, ഇതിനൊക്കെയും നാട്ടിൽ അതാ ഒരു പ്രതികാര നടപടി സ്വീകരിച്ചാലോ അവനെതിരെ അതാ കൈ ഉയർത്തുകയാണ്. അങ്ങനത്തെ ലോകമായി പോയി. സുബ്ഹാനല്ലാഹ്. പണ്ട് മനുഷ്യന്മാർക്ക് ഒരു സദാചാരം, ഒരു സന്തോഷം, ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്ന് സംസ്കാരത്തെ നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ടാണ്? പണ്ടുള്ള ആളുകൾക്ക് ദീനുണ്ടായിരുന്നു, ഇന്ന് ദീനില്ല. മനുഷ്യർക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ, അതേ ഇഷ്ടം പോലെ ജീവിക്കാനും ഇഷ്ടം പോലെ സ്വൈരവിഹാരം നടത്താനും ഇന്ന് സ്വാതന്ത്ര്യം കിട്ട ലോകമാണല്ലോ. എന്തിനും സ്വാതന്ത്ര്യമാണ്, എന്തിനും സ്വാതന്ത്ര്യമാണ്, എന്തിനും അവകാശമുള്ള കാലമാണ്. സുബ്ഹാനല്ലാഹ്. ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെട്ടു. രക്ഷിതാക്കൾക്ക് മക്കളോട് ഉപദേശിക്കാൻ കഴിയാത്ത കാലം അല്ലേ? രക്ഷിതാക്കൾക്ക് മക്കളോട് ഉപദേശിക്കാൻ കഴിയാത്ത കാലം. സുബ്ഹാനല്ലാഹ്. ഗുരുനാഥന്മാർക്ക് ശിഷ്യന്മാരോട് ഉപദേശിക്കാൻ പറ്റാത്ത കാലം. അതേ നാട്ടിലെ ഖതീബ് അല്ലെങ്കിൽ ഒരു ഖാളി അല്ലെങ്കിൽ അതാ കാരണവന്മാര്, അവർക്ക് അതാ നാട്ടിലെ ജനങ്ങളോട് ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ്. പറഞ്ഞാലോ ധിക്കരിക്കുകയാണ്, പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ തോന്നിവാസവും മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, ഓർക്കാൻ പറ്റാത്ത എല്ലാ തോന്നിവാസവും കുന്നുകൂടിയ കാലമാണല്ലോ. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? എന്താ പഠിപ്പിച്ചത്? ഖാലാൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹ് പറഞ്ഞതായിട്ട്, സലാസത ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. എന്താ പറയുന്നത്? മൂന്നാളുകൾക്ക് സ്വർഗമില്ലല്ലോ. സ്വർഗത്തിന്റെ വാസന പോലും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. ഒന്ന് ആരാണ്? മുദ്മിനുൽ ഖംർ. കള്ള് കുടിക്കുന്നവനാണ്, കള്ളുമായി ബന്ധപ്പെടുന്നവനാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്. മൂന്നാമത്തതാരാണ്? സുബ്ഹാനല്ലാഹ്. മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്, തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണ്. നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകം എവിടെ എത്തി ലോകം? ഇന്ന് അതാ ആണും പെണ്ണും ഇടകലർന്നു ജീവിക്കുന്ന കാലമാണ്. ആണും പെണ്ണും ഇടകലർന്ന് അതാ യാത്ര ചെയ്യുന്ന കാലമാണ്. അത് കല്യാണ വീട്ടിലാണെങ്കിലും, അത് സൽക്കാര വീട്ടിലാണെങ്കിലും, അത് ക്യാമ്പസുകളിലാണെങ്കിലും, അത് കോളേജുകളിലാണെങ്കിലും, അത് സ്കൂളുകളിലാണെങ്കിലും, എല്ലാ സ്ഥലത്തും അത് തന്നെ. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഓ മുഅ്മിനേ, എന്താ പഠിപ്പിച്ചത്? സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പഠിപ്പിച്ചു, അവസാന കാലഘട്ടം വന്നാൽ അതേ യുഹിബ്ബുൽ ഖൽഖ വയൻസഉൽ ഖാലിഖ. അതേ സൃഷ്ടികളോട് സ്നേഹമുണ്ടാകുന്ന കാലം വരും. അതേ ഖാലിഖായ റബ്ബിനെ മറക്കുന്ന കാലം വരും കേട്ടോ. അവിടുന്ന് പഠിപ്പിച്ചു, സയഅതി സമാനുൻ അലാ ഉമ്മത്തി. എന്റെ സമുദായത്തിൽ ഒരു കാലം വരും, യുഹിബ്ബൂന ഖംസ വയംസൂന ഖംസ. 5 കാര്യങ്ങളോട് അമിതമായ പ്രേമമായിരിക്കും. 5 കാര്യങ്ങൾ അവര് മറന്നു കളയും. വയുഹിബ്ബൂനൽ ഹയാത്ത. അടിച്ചു
അടിപൊളിച്ച് ജീവിക്കണം, ചെത്തിമിനുക്ക് ജീവിക്കണം, ലാവിഷായിട്ട് ജീവിക്കണം. മുത്തുനബി പറയാണ്, ജീവിക്കാൻ ആഗ്രഹമാണ്. ഏത് യുക്തിവാദിയും ഏത് നിരീശ്വരവാദിയും ഏത് ഭൗതികവാദിയും എല്ലാവരും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, മരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാലോ മുത്തുനബി പറയുന്നു, സുബ്ഹാനല്ലാഹ്, അതേ യുഹിബ്ബൂനൽ ഹയാത വയൻസൂനൽ മമാത, ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഉസ്താദേ, അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ, അതേ ജീവിതം കുറച്ചല്ലേ ഉണ്ടാകുള്ളൂ. വയൻസൂനൽ മമാത, മരിക്കുമെന്നുള്ള ബോധമില്ല. അവനതാ ബൈക്കെടുത്ത് ചെത്തുകയാണ്. ആ ബൈക്കിന്റെ പിറകിൽ സുബ്ഹാനല്ലാഹ് കോളേജിലേക്ക് പോയ ഏതോ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വന്ന പെൺകുട്ടിയെയും കയറ്റിയിട്ട് അവരങ്ങനെ പോകുകയാണ്. ഇവന്റെ പിന്നിലിരിക്കുന്ന കോളേജ് കുട്ടി ഇവന്റെ ഗേൾഫ്രണ്ട്. ആ ഗേൾഫ്രണ്ട് ബാക്കിലുണ്ടാകുമ്പോൾ ഇവനത് ആവേശം മൂക്കുകയാണ്. എന്നിട്ടതാ മരണമുണ്ടെന്നുള്ള ചിന്ത അവനില്ല. ആക്സിഡന്റിൽ പെട്ട് മരിക്കാറാകുമ്പോഴാണ്, പടച്ചോനെ ഞാനെന്ത് വരവാ വന്നത്, ഞാനെന്ത് പോക്കാ പോയത്. അതല്ലേ മുത്തുനബി പറഞ്ഞത്, വയുഹിബ്ബൂനൽ ഹയാത്ത, ജീവിതത്തിനോട് ആഗ്രഹമുണ്ട്. വയൻസൂനൽ മമാത്ത, മരണത്തെ മറന്നു പോകും. സുബ്ഹാനല്ലാഹ്, അതേ പാർക്കിലും സുബ്ഹാനല്ലാഹ് ബീച്ചിലും പോയിട്ട് സമയം നഷ്ടപ്പെടുത്തുന്നവരില്ലേ, കോളേജിലേക്കാണെന്ന് പറഞ്ഞ് അതേ പഠിക്കാനാണെന്ന പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് വേഗം തൂക്കി പിടിച്ച് യൂണിഫോമിൽ ഇറങ്ങുന്നു. വഴിയിൽ വെച്ച് യൂണിഫോം കഴിച്ച് ബാഗിലിടുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നു. കോളേജ് വിടുന്ന സമയമാകുമ്പോൾ വീട്ടിലെത്തുന്നു. സുബ്ഹാനല്ലാഹ്, ചോദിക്കാൻ രക്ഷിതാവിന് അവകാശമില്ല, ഉമ്മക്ക് അവകാശമില്ല, നാട്ടിലെ ആളുകൾക്കും അവകാശമില്ല. ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, നീ എന്തിനാ എന്റെ മകളുടെ കാര്യം നോക്കുന്നതെന്ന് ദാ ചോദിക്കുന്ന രക്ഷിതാക്കളാണ്. അല്ലാഹ്, എന്നിട്ട് മുത്തുനബി പറയുന്നു, യുഹിബ്ബൂനൽ മാല, മുതലിനോട് വല്ലാത്ത പ്രേമമാണ്. മുതല് വേണം, മുതല് വേണം, വാരി കൂട്ടണമെന്നുള്ള ചിന്തയാണ്. അത് ഹലാലാവട്ടെ ഹറാമാകട്ടെ, അത് ഹലാലാവട്ടെ ഹറാമാകട്ടെ, പലിശക്ക് കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ, ലോട്ടറി എടുക്കട്ടെ എടുക്കാതിരിക്കട്ടെ, ഏതെങ്കിലും മാർഗത്തിൽ പാപ്പനെ കൊന്നിട്ടാണെങ്കിലും അനിയനെ അതാ വഞ്ചിച്ചിട്ടാണെങ്കിലും അയൽവാസിയെ പറ്റിച്ചിട്ടാണെങ്കിലും തന്റെ കൂട്ടുകച്ചവടക്കാരൻ അതാ പറ്റിച്ചിട്ടാണെങ്കിലും സുബ്ഹാനല്ലാഹ്, മുതലുണ്ടാക്കണം, മുതലിനോട് സ്നേഹമാണ്. വയൻസൂനൽ ഹിസാബ, നാളെ റബ്ബ് ചോദിക്കുമെന്നുള്ള ചിന്തയില്ല, നാളെ റബ്ബ് ചോദിക്കുമെന്നുള്ള ചിന്തയില്ല. അതേ യുഹിബ്ബുൽ ഖുസൂറ, വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കണം, വലിയ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കണം. അല്ലാഹ്, അതിനോട് ഭ്രമമാണ്, അതിനോട് സ്നേഹമാണ്. വയൻസൂനൽ ഖുബൂറ, അതേ കിടക്കാനുള്ള വീട് ഖബറാണ്. ആ ഖബർ മറക്കുന്നു, ഖബർ മറക്കുന്നു. മുത്തുനബി പഠിപ്പിക്കുന്നു, യുഹിബ്ബൂന ദുനിയാ, ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാണ്. ദുനിയാവിൽ എന്തെല്ലാമാണോ വരുന്നത്, ഏത് ഡ്രസ്സാണോ പുതിയത് ഇറങ്ങിയത്, സുബ്ഹാനല്ലാഹ്, അതേ ഏത് ഭക്ഷണമാണോ പുതിയത് കണ്ടുപിടിച്ചത്, യുഹിബ്ബൂന ദുനിയാ, ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാണ്. വയൻസൗനൽ ആഖിറ, വയൻസൗനൽ ആഖിറ, ആഖിറത്തിനെ
മറക്കുന്നു. വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ആഖിറത്തിനെ മറന്നു പോകുന്നു. വയൻസൗനല്ലാ യുഹിബ്ബുൽ ഖൽഖ, സൃഷ്ടികളോട് വല്ലാത്ത സ്നേഹമാണ്. അത് എവിടെയെങ്കിലും വീട് താമസമോ എവിടെയെങ്കിലും അവന്റെ കൂട്ടുകാരന്റെ ഫ്രണ്ടിന്റെ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലോ അവരെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അവിടെ എത്തി. എന്നാലോ രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കാൻ ഇവനാകുന്നില്ല, പള്ളിയിൽ അതാ വരാൻ ഇവനാകുന്നില്ല, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഇവന് സമയം കണ്ടെത്തുന്നില്ല. സൃഷ്ടികളുടെ മുമ്പിൽ ഇവൻ മാന്യനാണ്. സുബ്ഹാനല്ലാഹ്, സൃഷ്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഖാലിഖായ റബ്ബിനെ മറക്കുന്നു, ഖാലിഖായ റബ്ബിനെ മറക്കുന്നു. നബി തങ്ങളെ പഠിപ്പിക്കുന്നു, ഇങ്ങനത്തെ ഒരു കാലം വരും, അക്കാലഘട്ടത്തിൽ ലജ്ജ നശിക്കുന്ന കാലമാണ്, റഹ്മത്തുകൾ ഉയർത്തപ്പെടുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നത്തെ അവസ്ഥ എന്താണ്? അതേ ബഹുമാനമില്ലാത്ത കാലമാണ്, ബഹുമാനമില്ലാത്ത കാലമാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അത് കല്യാണ വീട്ടിലാണെങ്കിലും അത് സൽക്കാരം നടക്കുന്ന സ്ഥലത്താണെങ്കിലും അല്ലാഹ്